ഇനി അടുത്ത വരുന്നതാണ് നമുക്ക് ഡേറ്റാബേസ് ലാംഗ്വേജസും ഇന്റർഫേസസും ആൻഡ് DBMS ലാംഗ്വേജസ് ആണ് ഇതിനകത്ത് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്ന നമുക്ക് ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. DDL, SDL, VDL, DML ആണ്. അപ്പം DDL എന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അത് നോർമലി യൂസ് ചെയ്യുന്നത് DBA ആണ്, ഡേറ്റാബേസ് അഡ്മിൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബൈ ദ ഡേറ്റാബേസ് ഡിസൈനേഴ്സ് ടു ഡിഫൈൻ ദ കോൺസെപ്ച്വൽ ആൻഡ് ഇന്റേണൽ സ്കീമാസ് അല്ലേ. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ കോൺസെപ്ച്വൽ സ്കീമയും ഏറ്റവും താഴത്തെ ലെവലും തൊട്ട് ഹയർ ലെവലിലുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഡേറ്റാബേസ് ഡിസൈനർ ചെയ്യുന്നത് DDL-നകത്ത്. ഓക്കെ. ഇനി സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ വേറെ സ്പെസിഫൈ ദ ഇന്റേണൽ സ്കീം, ഏറ്റവും താഴെയുള്ള ലെവലില്ലേ നമ്മുടെ ഡേറ്റാബേസ് സ്റ്റോറേജിന്റെ തൊട്ട് മുകളിൽ വരുന്ന ലെവൽ ഉണ്ടല്ലോ, ഫസ്റ്റ് ലെവൽ. അപ്പോൾ ആ ലെവലിനെയാണ് എന്ത് ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നതാണ് സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് സ്പെസിഫൈ ദ യൂസർ വ്യൂസ് ആൻഡ് ദർ മാപ്പിംഗ് ടു കോൺസെപ്ച്വൽ സ്കീം. അപ്പം നമ്മുടെ വ്യൂ ലെവലിൽ എന്ത് പറയുന്നു, ഏറ്റവും മുകളിലുള്ളത് അല്ലെ എക്സ്റ്റേണൽ വ്യൂസ് എന്ന് പറയാം. അതും തൊട്ട് താഴെയുള്ള ഇതാണ് കോൺസെപ്ച്വൽ ലെവലും തമ്മിലുള്ള മാപ്പിങ്ങും അതോടൊപ്പം തന്നെ യൂസർ വ്യൂസിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം നമുക്ക് ഈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി കിട്ടും അല്ലേ. Then the next one is data manipulation language എന്ന് പറയുമ്പോഴത്തേക്കും used for retrieval, insertion, deletion, modification of the data. അപ്പോൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ റിട്രീവ് ചെയ്തെടുക്കാനോ മീൻസ് ആക്സസ് ചെയ്തെടുക്കാനോ ഒക്കെ ഉള്ള ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് DML എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് DML ലാംഗ്വേജസ് വരുന്നുണ്ട്. ഒന്ന് ഹൈ ലെവൽ അല്ലെങ്കിൽ നോൺ പ്രൊസീജിയറൽ DML ഉണ്ട്, അല്ലെങ്കിൽ ദ നെക്സ്റ്റ് വൺ ഈസ് ലോ ലെവൽ അല്ലെങ്കിൽ പ്രൊസീജിയറൽ DML ആണ് പറയുന്നത്. അപ്പോൾ ഹൈ ലെവൽ അല്ലെങ്കിൽ നോൺ പ്രൊസീജിയറൽ DML പറയുന്നത് എന്താണെന്ന് വെച്ചാൽ can be used on its own to specify complex database operations concernsly. അപ്പോൾ എന്താണ്, നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാബേസ് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് എന്തിലായിരിക്കും പെർഫോം ചെയ്യുന്നത്, ഹൈ ലെവലിലായിരിക്കും പെർഫോം ചെയ്യുക. The next one is low level പറയുകയാണെങ്കിൽ must be embedded in the general purpose programming language. This type of DML typically retrieves individual records or objects from the database and process each separately. അപ്പോൾ ലോ ലെവലിൽ വേറൊന്നുമല്ല, നമ്മുടെ ഈ പറഞ്ഞ ഡേറ്റാബേസിലുള്ള ഓരോ ഒബ്ജക്ട്സും അല്ലെങ്കിൽ ഓരോ എന്താണ് റെക്കോർഡ്സും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു. അതാണ് ലോ ലെവലിൽ പറയുന്നത്. Therefore it needs to use programming language constructs such as looping to retrieve and process each record from a set records. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ റെക്കോർഡ് നമ്മൾ എടുക്കുന്നു, അതിനെ ഓരോന്നിനെ പ്രോസസ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു, ലൂപ്പിംഗ് പോലുള്ളതിനെ. കാരണം റിട്രീവ് ചെയ്തെടുക്കണമല്ലോ, ആ റെക്കോർഡ് റിട്രീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൂപ്പിംഗ് വേണം. അതുപോലെ എന്ത് ചെയ്യുന്നു, ഓരോ സെറ്റ് ഓഫ് റെക്കോർഡ്സും എന്ത് ചെയ്യുന്നു എന്നിട്ട് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നു. ലോ ലെവൽ DML-ന് നമുക്ക് എന്ത് പറയാം, റെക്കോർഡ് അറ്റ് ടൈം എന്നും നമുക്ക് എന്ത് പറയാം, ടൈം DML എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. The next one is DBMS-ന്റെ ഇന്റർഫേസ് എന്താണെന്നുള്ളത് നോക്കാം. DBMS-ൽ വരുന്ന ഇന്റർഫേസ് ഇപ്പോൾ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ് പ്രൊവൈഡ് ബൈ DBMS may include. അപ്പോൾ എന്താണ്, നമുക്ക് യൂസേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്റർഫേസസ് എന്തൊക്കെയാണ്, മെനു ബേസ്ഡ് ഇന്റർഫേസ് ഫോർ വെബ് ക്ലയന്റ് അല്ലെങ്കിൽ ബ്രൗസിംഗ് ആണ്. ദെൻ ഫോം ബേസ്ഡ് ഇന്റർഫേസ് ഉണ്ട്. ദെൻ GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ട്. ദെൻ അടുത്ത നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ് ഉണ്ട്. സ്പീച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇന്റർഫേസ് ഫോർ പാരാമെട്രിക് യൂസേഴ്സ് ആണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ഇന്റർഫേസസ് ആണ് DBMS-ൽ ഉപയോഗിക്കുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഇന്റർഫേസ് ആണ്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. The next one is നമുക്ക് ഇനി അടുത്ത മെയിൻ ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഇത് ER മോഡലാണ് വരുന്നത്. ER മോഡൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡേറ്റാബേസ് മോഡലിംഗ് ആണ് നമ്മൾ എന്ത് പറയുന്നത് ER മോഡൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമ്മൾ ത്രീ സ്കീമ ആർക്കിടെക്ചർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വരുന്ന സെക്ഷൻ തന്നെയാണ് ഈ നമ്മുടെ എന്താണ് ഈ ER മോഡൽ അല്ലെങ്കിൽ ER സെക്ഷൻ എന്ന് പറയുന്നത്. അതെന്താണ് ER ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് നോട്ട് എ ടെക്നിക്കൽ മെത്തേഡ്. ഇതൊരു ടെക്നിക്കൽ മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ER ഡയഗ്രാം എന്ന് പറയുന്നത് ഇതൊരു ഹൈ ലെവൽ കോൺസെപ്ഷ്യൽ ഡേറ്റാ മോഡൽ തന്നെയാണ്. നമ്മൾ നേരത്തെ ഹൈ ലെവൽ ലോ ലെവൽ ഉണ്ടല്ലോ, അതിനകത്ത് ഉള്ള ഹൈ ലെവലിൽ വരുന്ന എന്താണ് ഡേറ്റാബേസിന്റെ ഒരു മോഡൽ തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോൺസെപ്ച്വൽ ഡേറ്റ ഡിസൈൻ ഓഫ് ഡേറ്റാബേസ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ എന്താണ് നമ്മുടെ കോൺസെപ്ച്വൽ ഡേറ്റ ലെവലിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് ആപ്ലിക്കേഷൻസിന്റെ തന്നെ കോൺസെപ്ച്വൽ ഡേറ്റ ഡിസൈനിങ് ആണ് ഇവിടെ ER ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസ് ആൻഡ് പ്രോപ്പർട്ടീസിന് നമ്മൾ എന്ത് പറയുന്നു, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർ നോൺ ടെക്നിക്കൽ യൂസേഴ്സ്. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മുടെ ഒരു കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസ് കാണും അല്ലെ. എന്നിട്ട് കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസ് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം, ഒരു ഒബ്ജക്റ്റോ എന്ത് വേണമെങ്കിൽ റിയൽ ടൈം ഒബ്ജക്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാം അല്ലെ. ഇതിന്റെ എൻറ്റിറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസിനെയും നമുക്ക് എന്ത് പറയുന്നു, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ടാവുന്നു, എൻറ്റിറ്റിയും ആട്രിബ്യൂട്ടും തമ്മിലൊരു റിലേഷൻഷിപ്പ് എന്തായിട്ട് വരുന്നു, നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ER ഡയഗ്രാം എന്ന് പറയുന്നതും. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു, ഈസി ടു നമ്മുടെ നോൺ ടെക്നിക്കൽ യൂസേഴ്സിനൊക്കെ ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും ഈ പറഞ്ഞ ER ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ.
നെക്സ്റ്റ് വൺ ഇസ് എൻറ്റിറ്റി എന്താണെന്നുള്ളത് നോക്കാം. എൻറ്റിറ്റി എന്ന് പറയുന്നത് ദ ബേസിക് ഒബ്ജക്ട് ദാറ്റ് ദ ER മോഡൽ റെപ്രസെന്റ്സ് എ തിങ്. എന്താണ് നമുക്ക് ER മോഡലിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബേസിക് ഒബ്ജക്ട് എന്ന് പറഞ്ഞല്ലോ. നമുക്ക് റിയൽ ടൈം ഒബ്ജക്റ്റിനാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. തിങ് ഇൻ റിയൽ വേൾഡ് വിത്ത് എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് റിയൽ വേൾഡിലുള്ള ഒരു ഒബ്ജക്ട് നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാൻ പറ്റുന്നു. എൻറ്റിറ്റി ഈസ് ഡിസ്റ്റിംഗ്വിഷ് ഫ്രം അതർ ഒബ്ജക്ട്സ് ഓൺ ബേസിസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പം അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചാൽ ഒരു ഒബ്ജക്ട് എടുക്കുക, റിയൽ ടൈം ഒബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടായിരിക്കും മറ്റ് ഒബ്ജക്ട്സിൽ നിന്നും കുറച്ചും കൂടെ എന്തായെന്ന് ഇതായിരിക്കും ഡിസ്റ്റിംഗ്വിഷബിൾ ആയിരിക്കും. മീൻസ് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓരോ ഒബ്ജക്റ്റിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഒരു എൻറ്റിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻറ്റിറ്റീസ് ക്യാൻ ബി ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ ആവും, ഇൻടാഞ്ചിബിൾ ആവും. അത് നമുക്ക് എന്താണെന്നുള്ളത് ഇനി നോക്കാം. ഓക്കെ, ഇനി അടുത്ത എൻറ്റിറ്റിയുടെ ടൈപ്പ് എന്താണെന്ന് നോക്കാം. എൻറ്റിറ്റി ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് എൻറ്റിറ്റി ഹാവിംഗ് സിമിലർ ആട്രിബ്യൂട്ട്സ്. എന്ന് വെച്ചാൽ ഒരേ പ്രോപ്പർട്ടി ഉള്ള, ഒരേ സ്വഭാവ രീതിയിലുള്ള ഒരു കളക്ഷൻ ഓഫ് എൻറ്റിറ്റി നമ്മൾ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നു. ആൻഡ് എൻറ്റിറ്റി ടൈപ്പ് ഇൻ ഇയർ ഡയഗ്രം ഇസ് ഡിഫൈൻഡ് ബൈ എ നെയിം ആൻഡ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഒരു പേരും കാണുന്നു, അതുപോലെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് എന്താണ് ER ഡയഗ്രത്തിൽ വരുന്ന ഒരു എൻറ്റിറ്റി ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പേര് കാണും, അതുപോലെ അതിനകത്ത് എന്തെങ്കിലും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ആ ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കും? സെയിം പ്രോപ്പർട്ടി ആയിരിക്കും ആ പറഞ്ഞ ആട്രിബ്യൂട്ട്സിനെല്ലാം അല്ലേ. ഇനി വി യൂസ് എ റെക്ടാംഗിൾ ടു റെപ്രസെന്റ് എൻറ്റിറ്റി ടൈപ്പ് ഇൻ ER ഡയഗ്രാം, നോട്ട് എൻറ്റിറ്റി. എൻറ്റിറ്റിനെ അല്ല, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എൻറ്റിറ്റി ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ സെയിം ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെക്ടാംഗിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിളിന് സ്റ്റുഡൻറ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ സ്റ്റുഡൻറ് എന്ന് എടുത്തു. ഓക്കെ, ദിസ് ഇസ് ആൻ എൻറ്റിറ്റി ആണ്. ഈ എൻറ്റിറ്റിക്കകത്ത് വരുന്ന എൻറ്റിറ്റി ടൈപ്സ് എന്തൊക്കെയാണ്? നെയിം, ഏജ്, റോൾ നമ്പർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെക്ടാംഗിളിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ER ഡയഗ്രത്തിനകത്ത് വരുന്ന സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, എൻറ്റിറ്റി സെറ്റ് എന്താണെന്ന് നോക്കാം. കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ദാറ്റ് ഈസ് their attributes are same is called entity set. അപ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് ഒരേ ടൈപ്പിലുള്ള, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ടൈപ്പിലുള്ള എൻറ്റിറ്റീസിന്റെ ഒരു കളക്ഷനെ എന്തായിരിക്കും, അതുപോലെ അതിന്റെ ആട്രിബ്യൂട്ട്സും എന്തായിരിക്കും? സെയിം ആണെങ്കിൽ നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നു. വി ക്യാൻ സേ ദാറ്റ് എൻറ്റിറ്റി ടൈപ്പ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ദ എൻറ്റിറ്റി സെറ്റ് ആസ് ഓൾ ദ എൻറ്റിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ദ എൻറ്റിറ്റി ടൈപ്പ്. അപ്പോൾ നമ്മുടെ എന്താണ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ എൻറ്റിറ്റി സെറ്റിന്റെ സൂപ്പർ സെറ്റ് ആണ് എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയാൻ പറ്റുന്നു. കാരണം വേറൊന്നുമല്ല, എല്ലാ എൻറ്റിറ്റിയും നമ്മുടെ ഈ പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്ന എല്ലാ എൻറ്റിറ്റീസും എന്തിൽ വരുന്നു? എൻറ്റിറ്റി സെറ്റിനകത്തും വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എൻറ്റിറ്റി ടൈപ്പിനകത്താണെങ്കിൽ ഒരേ ടൈപ്പിലുള്ള എന്ന് പറഞ്ഞില്ല, അതുപോലെ ഒരേ ടൈപ്പിൽ വരുന്ന സെയിം ഇതിൽ വരുന്ന എൻറ്റിറ്റീസിനെ നമ്മൾ എന്ത് പറയുന്നത്? എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, എന്താണ് ഇത്? സ്റ്റുഡൻറ്റ്. അതാണ് നമ്മുടെ എൻറ്റിറ്റി ടൈപ്പ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ഇതിനകത്ത് വരുന്ന സെയിം ആട്രിബ്യൂട്ട്സ് അല്ലെ എന്ത്? റോൾ നമ്പർ, സ്റ്റുഡൻറ്റ്, നെയിം, ഇത് ഇത്രയും വന്നത് അല്ലേ. ഇനി എന്താണ് നമുക്ക് ഇത് ഒരു സെറ്റാണ്, ഇത് അടുത്ത സെറ്റാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ എന്ത് പറയാൻ പറ്റുന്നത്? എന്താണ് ഫിഗർ പറഞ്ഞേക്കണം, E1ഉം E2ഉം. അപ്പോൾ എൻറ്റിറ്റി സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഒരേ ടൈപ്പിലും അല്ലെ, ഒരേ എൻറ്റിറ്റി ടൈപ്പും അതുപോലെ ഒരേ എൻറ്റിറ്റി ടൈപ്പിൽ ഒരു സെറ്റ് ഓഫ് എൻറ്റിറ്റീസ് അല്ലെ, അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇതിനെ നമ്മൾ E1 എടുക്കുന്നു എൻറ്റിറ്റി സെറ്റിന്. ഈ സെറ്റിനകത്ത് വരുന്ന ഇപ്പോൾ ഇത് 2ഉം ഇത് 4ഉം ആണ്. ഇത് രണ്ടും എന്താണ്? റോൾ നമ്പർ ആണ് അല്ലേ. അടുത്ത ഏഞ്ചലും അതുപോലെ പേരും, ഇത് രണ്ടും എന്താണ്? പേര് തന്നെയാണ്. അപ്പം ലൈക്ക് എന്താണ് ഇതിനകത്ത് വരുന്ന ഓരോന്നിനെയും ആദ്യം എൻറ്റിറ്റി ടൈപ്പാണ് പറയുന്നത്. ആ ടൈപ്പിനകത്ത് വരുന്ന ഒരേ പ്രോപ്പർട്ടീസ് ആണ് ഇതെന്ന് പറയുന്നത്. ഒരേ ടൈപ്പ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇനി ഇതിനകത്ത് വരുന്ന ഓരോ വാല്യൂസ് ഇല്ല, അതിന് നമ്മൾ എന്ത് പറയുന്നത്? എൻറ്റിറ്റി സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഉണ്ടാവുന്നു, അതിനകത്തൊരു മേജർ ഉണ്ടാവുന്നു, ആൻഡ് ഓൾസോ എന്താണ്? സ്റ്റുഡൻറ്റ് നമ്പറും സ്റ്റുഡൻറ്റ് നെയിമും ആയിരിക്കും. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻറ്റിറ്റി ആയിരിക്കും, എൻറ്റിറ്റി ടൈപ്പ് ആയിരിക്കും ഇതിനകത്ത് വരുന്നതല്ല. ഇനി അടുത്ത വരുന്നത് നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആട്രിബ്യൂട്ട്സിൽ വരുമ്പോഴത്തേക്കും ദ പ്രോപ്പർട്ടീസ് ഓഫ് എൻറ്റിറ്റി ദാറ്റ് ബേസിക്കലി ഡിസ്ക്രൈബ്സ് ഇറ്റ് ആട്രിബ്യൂട്ട്സ് ഡിസ്ക്രൈബ്സ് എന്താ പറയുക? പ്രോപ്പർട്ടി ഓഫ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർട്ടി, എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ആട്രിബ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ആ ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീനെ ബേസിക്കലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ആട്രിബ്യൂട്ട് എന്ന് പറയാൻ പറ്റുന്നു. ആട്രിബ്യൂട്ട് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു എൻറ്റിറ്റിയുടെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്യാരക്ടർ എന്താണോ അതായിരിക്കും ഈ പറഞ്ഞ ആട്രിബ്യൂട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സപ്പോസ് വി ഹാവ് എൻ എൻറ്റിറ്റി എംപ്ലോയി ഉണ്ടെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരിക്കും? എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ സാലറി, എംപ്ലോയി നെയിം, ഇതെല്ലാം എന്തായിരിക്കും? ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇതെല്ലാം എന്താണ്? ഓരോ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതൊരു എൻറ്റിറ്റി ടൈപ്പ് ആണ്. ഇതിനകത്ത് വരുന്ന ഓരോന്നും എന്താണ്? എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞു. ഇത് ഓരോന്നും എന്താണ്? എൻറ്റിറ്റിയുടെ ആ ടൈപ്പിന്റെ അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ എന്താണ്? attribute ആണ്. Then attributes have some set of allowed or permitted values called domain. അപ്പം ഈ പറഞ്ഞ attributesന് ചിലപ്പം allowed ആയിട്ടുള്ളതും അല്ലെങ്കിൽ permitted values ആയിട്ടുള്ള കുറച്ച് values ഒക്കെ ഉണ്ടാവും അല്ലെ, അതിനെ നമ്മൾ എന്ത് പറയും? ഡൊമെയിൻ എന്ന് പറയും. അപ്പോൾ attributes നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന ഓവലിലായിരിക്കും. ഓവൽ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും ER ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു എൻറ്റിറ്റി ആണെങ്കിൽ ഇത് മൂന്നും എന്തായിരിക്കും? ഓവൽ ഷേപ്പിൽ വരുന്ന എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. സോ അത് മറക്കരുത്. ഈച്ച് ആട്രിബ്യൂട്ട് ഓഫ് an entity set is associated with the domain that means
means the set of values that can be assigned to that attribute for an entity. അപ്പം ഈ പറഞ്ഞ ഓരോ ആട്രിബ്യൂട്ട് എൻറ്റിറ്റി സെറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ വാല്യൂസ് പറയും സെറ്റ് ഓഫ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അനു എന്ന് പറയുകയാണെങ്കിൽ അനു എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, അയാളുടെ പേര്, അയാളുടെ മാർക്ക്, ഇത്രയും 3 വരികയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് അടുത്തുണ്ട് അമ്മു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അമ്മുവിൻ്റെ പേര്, അതുപോലെ എന്താണ് റോൾ നമ്പറും പേരും, അതുപോലെ എന്താണ് നമുക്ക് മാർക്കായിരിക്കും. അതെന്നെയാണ് നമ്മൾ എന്താ പറയുക എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഓരോ സെറ്റിനകത്തും ഉള്ള ഓരോ ആട്രിബ്യൂട്ട്സ് ഇല്ലേ, റോൾ നമ്പർ, പേര്, ഇത് പറയുന്നില്ലേ, ഇതെല്ലാം എന്തായിരിക്കും ഈ പറഞ്ഞ ഓരോ സെറ്റ് ഓഫ് വാല്യൂസിനകത്ത് എന്തായിരിക്കും അസോസിയേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നു, ഓരോ എൻറ്റിറ്റിക്കും ഉള്ള അസൈൻ ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ടാണ് ഈ പറഞ്ഞ റോൾ നമ്പർ. ഇതൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നു. ദെൻ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിനകത്ത് നമുക്ക് സിമ്പിൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. സിംഗിൾ വാല്യൂഡ് വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇത് നമുക്ക് 3 ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ ആട്രിബ്യൂട്ട് വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആട്രിബ്യൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ, ദാറ്റ് ഇസ് ദേ കനോട്ട് ബി ഡിവൈഡ്. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു, ഈ പറഞ്ഞ പോലെ ആട്രിബ്യൂട്ട്സ്, സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എക്സാമ്പിൾ സിറ്റിയും സ്റ്റേറ്റും, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ സ്റ്റുഡന്റ്, റോൾ നമ്പർ, ക്ലാസ്, ഏജ് എന്ന് നമുക്ക് പറയുമ്പോൾ ഹിയർ എല്ലാ ആട്രിബ്യൂട്ട്സും എന്താണ് സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ആണ്. സോ ആസ് ദേ കനോട്ട് ബി ഡിവൈഡ് ഫർദർ. ഇവിടെ എന്താണ് നമുക്ക് റോൾ നമ്പർ നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഇനി എന്താണ് ക്ലാസ്, അതുപോലെ ഓക്കെ, ഏജ്, അതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഈ ആട്രിബ്യൂട്ട്സ് ആണ് ഇത് 3. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഒന്നും ഫർദർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതിന് നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ സിമ്പിൾ ആട്രിബ്യൂട്ട് എന്നും. പിന്നെ അടുത്ത നമ്മുടെ കോമ്പോസിറ്റ് പറയുകയാണെങ്കിൽ ആട്രിബ്യൂട്ട്സ് നമുക്ക് ചെറിയ സ്മോൾ പാർട്സ് ആക്കി നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എടുത്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് നെയിം ആക്കാം, മിഡിൽ നെയിം ആക്കാം, ലാസ്റ്റ് നെയിം ആക്കാം, അല്ലേ. അഡ്രസ്സ് പറയുകയാണെങ്കിൽ അതിനകത്ത് സ്ട്രീറ്റ്, സിറ്റി, കൺട്രി, സ്റ്റേറ്റ്, ഇതെല്ലാം എന്താണ് സബ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഇത് അതുപോലെ ഇത് മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിനകത്ത് ഇതും മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ്. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും സബ് ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഇസ് സിംഗിൾ വാല്യൂഡ് അല്ലെങ്കിൽ വേഴ്സസ് മൾട്ടി വാല്യൂഡ് ആണ്. ഇതിനകത്ത് പറയുന്നത് സിംഗിൾ വാല്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ ആട്രിബ്യൂട്ട്സ് വിച്ച് ഹാവിംഗ് സിംഗിൾ വാല്യൂസ്. ഇപ്പം ഏജ് എന്ന് പറയുമ്പോൾ റോൾ നമ്പർ, ഏജ്, DOB, ജെൻഡർ. ഏജ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഇതേ കാണുള്ളൂ, അല്ലെ, ഒറ്റ വാല്യൂ കാണുള്ളൂ, അല്ലെ. DOBക്ക് ആണെങ്കിൽ ഒറ്റ വാല്യൂ കാണും, ജെൻഡറും അതുപോലെ. ഒരു സിംഗിൾ വാല്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ പറയാം. മൾട്ടി വാല്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് റെപ്രസെന്റ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒന്നി കൂടുതൽ വാല്യൂ നമുക്ക് തന്നേക്കുന്ന ഒരു എൻറ്റിറ്റി സെറ്റിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുന്നു, കൊടുത്തിരിക്കുന്ന ഒരു എൻറ്റിറ്റിക്ക് നമുക്ക് ഒന്നി കൂടുതൽ വാല്യൂ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. മൊബൈൽ നമ്പർ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 മൊബൈൽ നമ്പർ കൊടുക്കാം. അപ്പോൾ അത് മൾട്ടി വാല്യൂഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇതുപോലെ ഡബിൾ ഓവൽ ആയിരിക്കും ആ ആട്രിബ്യൂട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമെയിൽ ഐഡിയും അതുപോലെ, അല്ലെ. നമുക്ക് വേണമെങ്കിൽ 2 ഇമെയിൽ ഐഡി ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ 2 ഏജ് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അതുപോലെ നമുക്ക് 2 റോൾ നമ്പറും കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മൾ മൾട്ടി വാല്യൂഡും സിംഗിൾ വാല്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റോർഡും ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. സ്റ്റോർഡിനകത്താണെങ്കിൽ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, 2 കൂടുതൽ ആട്രിബ്യൂട്ട് വാല്യൂസ് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ആവുന്നു. എന്ന് വെച്ചാൽ ഏജും ബർത്ത് ഡേറ്റും. ഇപ്പം ഒരു പേഴ്സന്റെ ഏജ് ഇപ്പം 29 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അല്ലെങ്കിൽ 30 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1990 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും എന്താണ്, ഡിഫറെന്റ് ആണ്, അല്ലെ. ഇപ്പം 1990 വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഏജ് വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഏജ് 30 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും എന്താണ് അങ്ങോട്ട് റിലേറ്റഡ് അല്ല, അല്ലേ. അപ്പൊ ഈ ഏജും DOB നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ എൻറ്റിറ്റി ദ വാല്യൂ ഓഫ് ഏജ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ദ കറണ്ട് അല്ലെങ്കിൽ ടുഡേസ് ഡേറ്റ് ആണ് ആൻഡ് വാല്യൂ ഓഫ് ദാറ്റ് പേഴ്സൺസ് ബർത്ത് ഡേറ്റ്, അല്ലെ. എന്നുവെച്ചാൽ ബർത്ത് ഡേറ്റ് DOB തൊട്ട് ഇന്ന് വരെയുള്ള ഡേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഡേറ്റ് ആയിരിക്കും, കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്താ ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏജ് ആട്രിബ്യൂട്ട് നമുക്ക് അതുകൊണ്ട് എന്ത് പറയാൻ പറ്റുന്നു, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയാൻ പറ്റുന്നു. സോ എന്ത് പറയാൻ പറ്റുന്നു എന്ന് വെച്ചാൽ ബർത്ത് ഡേറ്റ് ആട്രിബ്യൂട്ടിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഏജ് ആട്രിബ്യൂട്ട്. നമുക്ക് അതുകൊണ്ട് എന്ത് പറയാം, സ്റ്റോർഡ് ആട്രിബ്യൂട്ട് എന്ന് ആ ഏജിനെ പറയാം. എക്സാമ്പിൾ കണ്ടോ, സ്റ്റുഡന്റ്, റോൾ നമ്പർ, ജെൻഡർ, DOB, ഏജ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. കാരണം എന്തുകൊണ്ടാണ്, ഏജ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആയതുകൊണ്ട്, DOBയിൽ നിന്നും ഡിറൈവ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, DOB ആട്രിബ്യൂട്ടിൽ നിന്നും ഡിറൈവ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ തന്നെ പക്ഷേ എന്താണ് ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് കൊടുത്തത്. അടുത്ത കോംപ്ലക്സ് ആട്രിബ്യൂട്ട് ആണ്. കോംപ്ലക്സ് ആട്രിബ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് കോമ്പോസിറ്റ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. കോംപ്ലക്സ് ആട്രിബ്യൂട്ട്സ് ആർ റെപ്രസെന്റഡ് ബൈ ഇതുപോലെ നമുക്ക് എന്താണ് ബ്രേസസ് ഉണ്ടാവുന്നു, അല്ലെ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ കോംപ്ലക്സിനകത്ത് നിന്ന് കോമ്പോസിറ്റും മൾട്ടി വാല്യൂഡും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതുപോലെ ഒന്നെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് നമ്മുടെ കേളി ബ്രേസസ് വെച്ചിട്ടായിരിക്കും. ആൻഡ് കോംപ്ലക്സ് ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാരാന്തസിസ് ആയിരിക്കും. എക്സാമ്പിൾ, അഡ്രസ്, ഫോൺ ആട്രിബ്യൂട്ട് വിൽ ഹോൾഡ് ബോത്ത് അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ ഓഫ് എനി പേഴ്സൺ. എന്നുവെച്ചാൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ 2-A, ദെൻ സ്ട്രീറ്റ് പറയുന്നുണ്ട്, ദെൻ സെക്ഷൻ പറയുന്നുണ്ട്. ഇതുപോലെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോമ നമുക്ക് എന്ത് പറയാൻ പറ്റും,
അതിന്റെ ഫോൺ നമ്പർ പറയാം അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാ എന്ന് വെച്ചാൽ കോംപ്ലക്സ് ആട്രിബ്യൂട്ടിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ല, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടും മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ കോംപ്ലക്സ് ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ്. നൾ വാല്യൂഡ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വാല്യൂ വിച്ച് ഇസ് നോട്ട് ഇൻസേർട്ടഡ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് സീറോ വാല്യൂ. അപ്പൊ എന്താണ് ഇതിനകത്ത് വരുന്നത്, നൾ വാല്യൂ ഉദ്ദേശിക്കുന്നത് ഒരു വാല്യൂ ആണ്, പക്ഷെ എന്താണ് സീറോ വാല്യൂ ഹോൾഡ് ചെയ്യില്ല, പക്ഷെ എന്ത് ചെയ്യില്ല നമ്മൾ ഇൻസേർട്ട് ചെയ്യത്തില്ല. ആ ഒരു രീതിക്കുള്ള നമുക്ക് എന്ത് പറയാം, നൾ വാല്യൂ എന്ന് പറയാം. സീറോ അല്ല വാല്യൂ എങ്കിലും നമ്മൾ നൾ എന്ന് പറയുള്ളൂ. Then attributes which can have a null value called null valued attributes എന്ന് പറയാം. അപ്പോൾ എന്താണ് null value ഉള്ള ഒരു attribute നമുക്ക് null valued attribute എന്ന് പറയാം. എക്സാമ്പിൾ മൊബൈൽ നമ്പർ attributes of a person may not having mobile phones അല്ലേ. മൊബൈൽ നമ്പർ ഉള്ള ഒരാൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടാവണം എന്ന് നിർബന്ധം ഇല്ലല്ലോ. അപ്പോൾ അതാണ് എന്ത് നമുക്ക് null value സീറോ ഇടാൻ പറ്റില്ല, ബട്ട് എന്താണ് നമുക്ക് null valued ആയിരിക്കും. അതെ, കീ ആട്രിബ്യൂട്ട് എന്താണെന്ന് നോക്കാം. ഇൻ എൻറ്റിറ്റി ടൈപ്പിൽ വരുന്ന കീ ആട്രിബ്യൂട്ട് അതിൽ വരുമ്പോഴത്തേക്കും കീ ആട്രിബ്യൂട്ട് വിൽ ഹാവിംഗ് എ യുണീക്ക് വാല്യൂ ആണ് ഫോർ ഈച്ച് എൻറ്റിറ്റി ഓഫ് ദാറ്റ് ആട്രിബ്യൂട്ട്. അപ്പോൾ എന്താണ് കീ ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു യുണീക്ക് വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് എല്ലാം ഓരോന്നിനും ഓരോ എൻറ്റിറ്റി സെറ്റിനും ഓരോ വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് കീ ആട്രിബ്യൂട്ടിന് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് റോൾ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ റോൾ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ എൻറ്റിറ്റിക്കും എന്തായിരിക്കും, ഓരോരുത്തർക്കും ഓരോ റോൾ നമ്പർ ആയിരിക്കും അല്ലേ. ഇറ്റ് ഐഡന്റിഫൈസ് എവരി എൻറ്റിറ്റി ഇൻ ദ എൻറ്റിറ്റി സെറ്റ്. അപ്പോൾ ഓരോ എൻറ്റിറ്റി സെറ്റിലും ഓരോ എൻറ്റിറ്റിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കും അത് വെച്ചേക്കുക. കീ ആട്രിബ്യൂട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നൾ വാല്യൂഡ് ആക്കാൻ പറ്റില്ല. മീൻസ് സീറോ അല്ല എന്നാൽ ഇൻസേർട്ട് ചെയ്യാതിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് കീ ആട്രിബ്യൂട്ട് വരുന്നത്. എനി കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ക്യാൻ ഓൾസോ ബി എ കീ ആട്രിബ്യൂട്ട്. ഏതെങ്കിലും കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടി വാല്യൂഡും കോംപ്ലക്സ് ആട്രിബ്യൂട്ടും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു, കീ ആട്രിബ്യൂട്ട് എന്ന് പറയാൻ പറ്റുന്നു. ദർ കുഡ് ബി മോർ ദാൻ വൺ കീ ആട്രിബ്യൂട്ട്സ് ഫോർ എൻറ്റിറ്റി ടൈപ്പ്. അപ്പോൾ ഒരു എൻറ്റിറ്റി ടൈപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് കീ ആട്രിബ്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു വയ്ക്കാം. എക്സാമ്പിൾ റോൾ നമ്പറും എൻറോൾമെന്റ് നമ്പറും, ഒരു സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ വയ്ക്കാം, അല്ലെങ്കിൽ അതിന്റെ എക്സാം നമ്പറിൽ എൻറോൾമെന്റ് നമ്പർ, ഇത് രണ്ടും എന്താക്കാം കീ ആട്രിബ്യൂട്ട് ആക്കി നമുക്ക് വേണമെങ്കിൽ വെക്കാം. The next one is domain of value set of an attribute ആണ്. ഡൊമെയിൻ വാല്യൂ എന്താണെന്ന് നോക്കാം. ഡൊമെയിൻ ഓഫ് ആൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് is allowed set of values of that attribute. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കാണും. എന്താണ് അലൗ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് കാണും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന്റെ ഡൊമെയിൻ എന്ന് പറയാൻ പറ്റുന്നു. എന്നുവെച്ചാൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിനകത്ത് ഒരു സെറ്റ് ഓഫ് വാല്യൂസും കാണുന്നു, അലൗ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ആ ആട്രിബ്യൂട്ടിന്റെ ഡൊമെയിൻ ആണെന്ന് പറയാൻ പറ്റുന്നു. എക്സാമ്പിളിന് ഇഫ് ആട്രിബ്യൂട്ട് ഗ്രേഡ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ അലൗ ചെയ്യാൻ പറ്റും, നമുക്ക് ABCF വരെ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ഇത് ഇത്ര എന്താണ് അലൗഡ് ആണ്, വേറെ എന്ത് ഗ്രേഡ് വന്നാലും എന്താണ് അവിടെ അലൗഡ് അല്ല. അതാണത്. ദ നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്നത് റിലേറ്റ്സ് ടു ഓർ മോർ ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റീസ് വിത്ത് എ സ്പെസിഫിക് മീനിങ്. എന്തെങ്കിലും സ്പെസിഫിക് മീനിങ്ങോട് കൂടി രണ്ട് കൂടുതൽ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് വരുന്ന എൻറ്റിറ്റീസിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുന്നു. ഇറ്റ് ഇസ് എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഓഫ് സെയിം ഓർ ഡിഫറെന്റ് എൻറ്റിറ്റി സെറ്റ്. അപ്പോൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എൻറ്റിറ്റി സെറ്റ് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ വരുന്ന ഒരേ ഇതിലുള്ള ഒരേ സെറ്റിലുള്ള ഒരേ എൻറ്റിറ്റി സെറ്റിലുള്ള തന്നെ രണ്ടിൽ കൂടുതലുള്ള എൻറ്റിറ്റീസ് കാണുമല്ലോ, അത് തമ്മിലുള്ള അസോസിയേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയി ജോൺ വർക്ക്സ് ഓൺ പ്രോഡക്റ്റ് എക്സ്, എന്താണ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ എംപ്ലോയി ഫ്രാങ്ക്ലിൻ മാനേജസ് ദ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ എന്താണ് ഇത് രണ്ടും രണ്ട് എൻറ്റിറ്റി സെറ്റിലാണ്. എംപ്ലോയി ജോണും ഉണ്ട് ഫ്രാങ്ക്ലിനും ഉണ്ട്, രണ്ട് എൻറ്റിറ്റി സെറ്റിലാണ്. ജോൺ എന്തിൽ വർക്ക് ചെയ്യുന്നു, പ്രോജക്റ്റിൽ. ഫ്രാങ്ക്ലിൻ എന്തിലായിരിക്കും മാനേജ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും എന്താണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് റിലേറ്റഡ് ആണ്. ടേംസ് യൂസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ടൈപ്പ് ആണ്, റിലേഷൻഷിപ്പ് സെറ്റും റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസും ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ്. അപ്പം ടേംസ് അല്ല റിലേഷൻഷിപ്പ് ടൈപ്പ് എന്താണെന്ന് നോക്കാം. വേറൊന്നുമല്ല, നമുക്ക് ഒരു സിമിലർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, ഒരേ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് അവിടെ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയാം. എക്സാമ്പിളിന് സ്റ്റുഡൻറ്റും കോഴ്സും രണ്ടും എന്താണ് റിലേറ്റഡ് ബിറ്റ്വീൻ എൻറോൾഡ് എന്ന് പറയാം അല്ലെ. അപ്പൊ എൻറോൾഡ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. എന്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, സ്റ്റുഡന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയിലും കോഴ്സ് എന്ന് പറയുന്ന എൻറ്റിറ്റിയിലും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് ആയതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതുപോലത്തെ ഒരു സിമ്പിൾ നമ്മളിവിടെ കൊടുത്തത്. ഓക്കെ, റിലേഷൻഷിപ്പ് കൊടുക്കുന്നതിനാണ് അത് പറയാം. ദെൻ റിലേഷൻഷിപ്പ് സെറ്റിനകത്ത് പറയുകയാണെങ്കിൽ എന്ത് പറയുന്നത്, ഒരേ ടൈപ്പിലുള്ള ഒരു സെറ്റ് ഓഫ് റിലേഷൻഷിപ്സിനെ നമുക്ക് എന്ത് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയാം. ഇപ്പൊ ഇത് സ്റ്റുഡന്റിന്റെ എൻറ്റിറ്റി സെറ്റ് ആണ്, ഇത് കോഴ്സിന്റെ എൻറ്റിറ്റി സെറ്റ് ആണ്, ഇത് അതിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അപ്പം S1 S2 S3 ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ എന്ത് പറയാം, ആദ്യത്തെ കോഴ്സ് ഇപ്പൊ ആദ്യത്തെ ആൾ പോകുന്ന കോഴ്സ് ഇങ്ങോട്ടായിരിക്കും, ആദ്യത്തെ ആൾ കോഴ്സ് പോകുന്ന ഇങ്ങോട്ട്, അത് ഇങ്ങനെയായിരിക്കും പോവുക. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, അതിന്റെ ഒരു റിലേഷൻഷിപ്പ് സെറ്റ് പറയുന്നത്. റിലേഷൻഷിപ്പ് എൻറ്റിറ്റി സെറ്റിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്.
ഇവിടെ പറഞ്ഞ കുറച്ച് എംപ്ലോയീസും ഉണ്ട്, വർക്ക് ഫ്ലോറും ഉണ്ട്, ഡിപ്പാർട്ട്മെന്റും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എത്ര എംപ്ലോയീസ് വേണമെങ്കിലും വരാം അല്ലെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമുക്കൊരു 7 എംപ്ലോയീസ് പറയുന്നുണ്ട്. അതിനകത്ത് ഓരോ എന്തിനൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതിനകത്ത് നമുക്കപ്പോൾ എന്ത് വേണം, ഓരോരുത്തർ എന്തിലൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് 7 തന്നെ എന്തായാലും വേണം. എത്ര എംപ്ലോയീസ് ഉണ്ടോ അതുപോലെ വർക്ക് ഫോറും എന്ത് വേണം, അതുപോലെ വേണം. അത്രയും നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ അത്രയും നമ്പർ തന്നെ വേണം. ഇവിടെ ഓരോ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് പറയുന്നുണ്ട്, D1, D2, D3 എന്നുണ്ട്. അപ്പൊ ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ 2 പേര് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാമല്ലോ. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് എന്ത് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ്, ഇതിനകത്ത് റിലേഷൻഷിപ്പ് സെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത പറയുന്നത് ഇവിടെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്, അത് സെക്യൂർ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ മാർക്സും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ S1 എന്ന് പറയുന്നത് R1 സെക്യൂർ ചെയ്യാണ്, M1, M2, M3 മാർക്സ് ആണ് പറയുന്നത്. 3 മാർക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലെ. റിലേഷൻഷിപ്പ് ടൈപ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, റിലേഷൻഷിപ്പ് സെറ്റ് വരുന്നത് എന്തൊക്കെയാണ്, R1, R2, R3, R4 ആണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസ് വരുന്നത് R1. അപ്പം ഇതിൽ പറയുന്ന സെറ്റ് ടൈപ്പ് എന്താണ്, റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ടൈപ്പ് എന്താണ്, സെറ്റ് എന്താണ്, ഇൻസ്റ്റൻസ് എന്താണെന്ന് പറയുന്നത്. ഇവിടെ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്തായിരിക്കും, അതിന്റെ എന്ത് ടൈപ്പ് ആയിരിക്കും, സെക്യൂർഡ് അല്ലെങ്കിൽ ആ ഒരു പേര് കാണുമല്ലോ, അത് ഹോൾ പേര് കാണുമല്ലോ, അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എന്താണ് നമുക്ക് പറയാൻ പറ്റുക, നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു, അതിൽ വരുന്ന സെറ്റ് R1, R2, R3, R4 ആണ്. അതിൽ വരുന്ന ഇൻസ്റ്റൻസ് ആണ് R1 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ഇതിനകത്ത് വരുന്ന എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റും ഉണ്ട്, കോഴ്സും ഉണ്ട്. ഇത് രണ്ടും എന്താണ്, രജിസ്റ്റർ ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതൊരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സ്റ്റുഡന്റിൽ വരുന്ന സ്റ്റുഡന്റ് നമ്പർ വരും, സ്റ്റുഡന്റിന്റെ പേര് വരും, കോഴ്സിനകത്ത് കോഴ്സിന്റെ നമ്പർ ആയിരിക്കും വരാം, അല്ലെങ്കിൽ പേരോ എന്ത് വേണമെങ്കിലും വരാം അല്ലെ. തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടായിരിക്കും. അപ്പൊ അതുപോലെ നൊട്ടേഷൻസ് യൂസ് ഇൻ ദ ER ഡയഗ്രത്തിനകത്ത് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ നൊട്ടേഷൻസ് ആണ് നമ്മൾ പറയുന്നത്, എൻറ്റിറ്റി, സ്റ്റുഡന്റ്, എംപ്ലോയി അല്ലെങ്കിൽ കോഴ്സ് പറഞ്ഞല്ലോ, അത് ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ദെൻ ഇനി അടുത്ത് പറഞ്ഞത് കീ ആട്രിബ്യൂട്ട് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ആട്രിബ്യൂട്ടിന് നമ്മൾ ഇങ്ങനെയല്ലേ പറയാ, ഓവൽ ഷേപ്പാണ് കൊടുക്കുന്നത് അല്ലെ. അതുപോലെ ഈ കീ ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഇതിന് അണ്ടർലൈൻ കൊടുക്കുന്നതാണ് കീ ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വീക്ക് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, വീക്ക് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ എൻറ്റിറ്റിക്കകത്ത് നമുക്ക് ഡബിൾ ആയിട്ട് വരുന്ന സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ത് പറയാം, വീക്ക് എൻറ്റിറ്റി എന്ന് പറയാം. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ DOBിൽ നിന്ന് ഡിറൈവ്ഡ് ചെയ്താണ് ഏജ് വരണമെങ്കിൽ ആ ഏജിന് നമ്മൾ ഡോട്ടഡ് ലൈൻസ് കൊടുക്കുന്നു. മൾട്ടി വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മൾട്ടിപ്പിൾ വാല്യൂസ് വരല്ലോ, മൊബൈൽ നമ്പർ പോലുള്ള ആട്രിബ്യൂട്ടിന് മൾട്ടിപ്പിൾ വാല്യൂസ് വരും. അതാണ് നമ്മൾ ഡബിൾ ഓവൽ ഷേപ്പ് കൊടുത്തത്. അടുത്ത കോമ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 എണ്ണം കൊടുക്കാം, 2 ആട്രിബ്യൂട്ട്സ് വരാം അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഇതിനകത്ത് ഇതുപോലെ പറഞ്ഞു അഡ്രസ്സിനകത്ത് സിറ്റിയും വരാം, അതുപോലെ സ്റ്റേറ്റും വരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നതേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ പോലെ കൊടുക്കാം. ഓക്കെ, ഇവിടെ അഡ്രസ്സും ഉണ്ട്, അതുപോലെ ഇവിടെ സിറ്റിയും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റും. ഇതാണ് ഇതിനകത്ത് കോമ്പോസിറ്റിനകത്ത് ഉദ്ദേശിക്കുന്നത്. റിലേഷൻഷിപ്പ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എന്താണ്, രജിസ്റ്റേർഡ് ഇന്ത്യൻ, നമ്മൾ തൊട്ട് മുമ്പത്തേക്ക് പറഞ്ഞില്ലായിരുന്നോ, രജിസ്റ്റേർഡ് ഇന്ത്യനെ നമുക്ക് എന്ത് പറയാം, റിലേഷൻഷിപ്പ് ടൈപ്പ് പറയാം. ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് അതുപോലെ ഡബിൾ ലൈൻഡ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോൺസ്ട്രെയിൻസ് ആണ്. കോൺസ്ട്രെയിൻസിനകത്ത് വരുന്നത് എന്താണ്, റിലേഷൻഷിപ്പ് ടൈപ്പ് ബിറ്റ്വീൻ റിലേഷൻഷിപ്പ് ടൈപ്സ് ആണ്. യൂഷ്വലി ഹാവ് സർട്ടൺ കോൺസ്ട്രെയിൻസ്. 2 മെയിൻ, നമുക്ക് 2 ടൈപ്പ് ഓഫ് മെയിൻ ആയിട്ടുള്ള കോൺസ്ട്രെയിൻസ് ഉണ്ട്. ഒന്ന് മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ഉണ്ട്, ഒന്ന് പാർട്ടിസിപ്പേഷൻ കോൺസ്ട്രെയിൻസും ആയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് വരുന്നത്. എന്താണ് നമുക്ക് എന്തിനകത്ത് വരുന്നത്, കോൺസ്ട്രെയിൻസിനകത്ത് വരുന്നത്. കോൺസ്ട്രെയിൻസ് വേറൊന്നുമല്ല, അതിന്റെ റിലേഷൻഷിപ്പിനെ ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് ഏതെങ്കിലും കോൺസ്ട്രെയിൻസിന്റെ റിലേഷൻഷിപ്പിനെ ഉദ്ദേശിക്കുന്ന കോൺസ്ട്രെയിൻസ് 2 ടൈപ്പ് ഉണ്ട്, മാപ്പിംഗും പാർട്ടിസിപ്പേഷനും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇന്റർണൽ കോൺസെപ്റ്റും തമ്മിലുള്ള മാപ്പിംഗ് പറഞ്ഞല്ലോ. ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റ് വിച്ച് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റിന് നമുക്ക് എന്ത് പറയാം, റിലേഷൻഷിപ്പ് മീൻസ് ഡിഗ്രി എന്ന് പറയാൻ പറ്റുന്നു. ഇപ്പൊ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരു 2 കുട്ടികളുടെ ഡീറ്റെയിൽസ് അല്ലേ, ആ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയാം. ആ എത്ര കുട്ടികളാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എന്ത് പറയാം, ഡിഗ്രി എന്ന് പറയാം. ഇപ്പൊ 2 കുട്ടികൾ എന്ന് പറയുമ്പോൾ ഡിഗ്രി 2 ആയിരിക്കും. ദെൻ യൂണറിയും ഉണ്ട്, ബൈനറി ഉണ്ട്, ടെർണറി ഉണ്ട്. റിലേഷൻഷിപ്സ് ആണ് വരുന്നത്. ബൈനറിക്കകത്ത് വരുന്നത് ഒരു എംപ്ലോയി കാണും, വർക്ക് ചെയ്യുന്നതുണ്ടാവും, റിലേഷൻഷിപ്പ് അല്ലേ, ഡിപ്പാർട്ട്മെന്റ് കാണുന്നു. ടെർണറിക്കകത്താണെങ്കിൽ ഒരു കോഴ്സ് കാണുന്നു, ആ കോഴ്സിനകത്ത് നമുക്ക് ടീച്ചറും കാണുന്നു, അതുപോലെ സ്റ്റുഡൻറ്റും കാണുന്നു. ഈ കോഴ്സിൽ എന്തൊക്കെ ടീച്ച് ചെയ്യുന്നു എന്നുള്ളത് മീൻസ് 3 എണ്ണം വരാം അല്ലെ, ടെർണറി വരാം. ഓക്കെ, 3 എൻറ്റിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വരാം. അടുത്ത യൂണറിക്കകത്താണെങ്കിൽ സ്റ്റുഡൻറ്റ് ടു മോണിറ്റർ ചെയ്യുന്നതുള്ളത് മാത്രമായിരിക്കും യൂണറിക്കകത്ത് വരുന്നത്. ഇനി പറയുന്നത് എന്താണ്, നമുക്ക് ഓരോ റിലേഷൻഷിപ്പിനും എന്തുണ്ടാവുന്നു, അതിന്റെ പേരുണ്ടാവുന്നു, അതിന്റെ ഡിഗ്രിയും കാണുന്നു, അതിന്റെ കാർഡിനാലിറ്റി റേഷ്യോയും കാണുന്നു. അപ്പൊ കാർഡിനാലിറ്റി റേഷ്യോ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതിൽ വരുന്നത് ദ കാർഡിനാലിറ്റി റേഷ്യോ ഫോർ എ ബൈനറി റിലേഷൻഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബൈനറിക്കകത്ത് നമ്മൾ പറഞ്ഞ സ്റ്റുഡന്റും കോഴ്സും എന്നുള്ള രീതിക്ക് പറഞ്ഞല്ലോ, അതാണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈസ് എ മാക്സിമം നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻസ്റ്റൻസസ് ടു വിച്ച് ആൻ എൻറ്റിറ്റി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് നമ്പർ ഓഫ് റിലേഷൻഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഇൻസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പിൽ എത്ര മാക്സിമം നമ്പർ,
എത്രത്തോളം വരാം എന്നുള്ളതിനാണ് നമ്മൾ കാർഡിനാലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാം, ഓൾസോ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അതർ എൻറ്റിറ്റി ക്യാൻ ബി റിലേറ്റഡ് ബൈ ദ റിലേഷൻഷിപ്പ്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള എൻറ്റിറ്റീസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റീസിന് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാം എന്നുള്ളതും കാർഡിനാലിറ്റി റേഷ്യോയിൽ പറയുന്നുണ്ട്. മീൻസ് 1 to 1 ഉണ്ട്, 1 to many ഉണ്ട്, many to 1 ഉണ്ട്, many to many ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്, കാർഡിനാലിറ്റി റേഷ്യോ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി കാർഡിനാലിറ്റി റേഷ്യോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇതുപോലൊരു ഡയറക്ഷൻ കാണും, ഡയറക്റ്റഡ് ലൈൻ വെച്ചിട്ടായിരിക്കും. സിഗ്നിഫൈഡ് ടു 1 ആയിരിക്കും, അല്ലെങ്കിൽ അൺഡയറക്ഷൻ ആണെങ്കിൽ മെനി ആയിരിക്കും ഉദ്ദേശിക്കുക. ഇതാണെങ്കിൽ 1 ആയിരിക്കും ഉദ്ദേശിക്കുക, ജസ്റ്റ് ഒരു ലൈൻ മാത്രമാണെങ്കിൽ അത് മെനി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഇതിനകത്ത് വരുന്നത്. ദെൻ the next one is നമുക്ക് 1 to 1 ആണ് പറയുന്നത്. 1 to 1 പറയുകയാണെങ്കിൽ when 1 to 1 ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റിറ്റിയുടെ ഒരു ഇൻസ്റ്റൻസിന് മാത്രം എന്ത് ചെയ്യുന്നു, വേറൊരു എൻറ്റിറ്റിയുടെ ഇൻസ്റ്റൻസുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, മനസ്സിലായോ, ഒരു എൻറ്റിറ്റിയുടെ ഒരു ഇൻസ്റ്റൻസിന് എന്ത് ചെയ്യുന്നു, റിലേറ്റഡ് ടു എന്തായിരിക്കും, വേറൊരു എൻറ്റിറ്റിയുടെ ഒരു ഇൻസ്റ്റൻസ്, അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 to 1 എന്ന് പറയാം. when every entity of one entity set is related to maximum one entity of other entity set. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ എൻറ്റിറ്റി സെറ്റിന്റെയും ഓരോ എൻറ്റിറ്റീസ് കാണുമല്ലോ. ഇപ്പം റോൾ നമ്പർ, അതുപോലെ പേര്, ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, അതിലുള്ള ഒരു എൻറ്റിറ്റി, ഞാൻ ഇപ്പോൾ റോൾ നമ്പർ പറയുകയാണെങ്കിൽ ആ ഒരു റോൾ നമ്പർ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എൻറ്റിറ്റി സെറ്റുമായിട്ട് ഒരു എൻറ്റിറ്റി ആയിട്ടെങ്കിലും എന്ത് വേണം, മാക്സിമം നമ്പർ ഓഫ് ആ ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു, 1 to 1 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ മെയിലും അതുപോലെ ഫീമെയിലും ഇതിൽ എന്ത് ചെയ്യുന്നു, മാരീഡ് ആയിരിക്കും അവിടെ എന്ത് വരുന്നത്, റിലേഷൻഷിപ്പ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് 1 to 1 റിലേഷൻഷിപ്പാണ് വരുന്നത് അല്ലെ, ഒരു മെയിലിന് ഒരു ഫീമെയിൽ അല്ലെ, ആ രീതിക്കല്ലേ വരിക. ദെൻ അതാണ് എന്ത് പറയുന്നത്, ഇതിനകത്ത് വരുന്നത് എന്താണ് 1 to 1 എക്സാമ്പിൾ. ഇപ്പം ഓരോ മെയിൽസിനും എന്ത് വരാം, ഇത്ര ഫീമെയിൽസ് എന്നുള്ള രീതിക്കല്ലേ മാരേജിങ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് റിലേറ്റഡ് ആവാതിരിക്കാം, അതാണ് 1 to 1 പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കസ്റ്റമർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അടുത്ത് പറയുന്നത്, കസ്റ്റമർ എന്ത് ചെയ്യാണ്, ഒരു ലോൺ ബോറോ ചെയ്യുകയാണ്. ഓക്കെ, ബോറോവർ ആണ് അവിടെ. ലോണിന് ലോൺ നമ്പറും കാണും, എമൗണ്ടും കാണും. കസ്റ്റമറിന് എന്തൊക്കെ ഉണ്ടാവും, കസ്റ്റമർ ID, കസ്റ്റമറിന്റെ പേര്, കസ്റ്റമറിന്റെ സ്ട്രീറ്റ്, കസ്റ്റമറിന്റെ സിറ്റി. ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു എന്ത് പറയുന്നത്. അപ്പൊ ഒരു കസ്റ്റമറിന് ഒരു ലോൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ദെൻ അടുത്ത വരുന്നത് 1 to many ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു എൻറ്റിറ്റി സെറ്റിന്റെ ഒരു എൻറ്റിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ബാക്കിയുള്ള ഒരു സെറ്റിന്റെ എത്ര എൻറ്റിറ്റീസിനോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. എക്സാമ്പിളിന് ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് എംപ്ലോയീസ് കാണും അല്ലെ. അപ്പൊ 1 ആണ് ഇവിടെ വരുന്നത് അല്ലെ. 1 ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരുപാട് എംപ്ലോയീസ് വരാം, ഒരുപാട് എംപ്ലോയീസ് അല്ലെ. അപ്പം എന്ത് ചെയ്യുന്നു, ഒരു കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കുറെ എംപ്ലോയീസും ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്ര എംപ്ലോയീസ് വേണമെങ്കിലും വരാം അല്ലെ. സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ എംപ്ലോയീസ്, തേർഡ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ അല്ലെ. ഈ ഒരു D5 നമുക്ക് എംപ്ലോയ്മെന്റ് വരാതിരിക്കാം. അപ്പൊ ഈ 1 to many റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ കസ്റ്റമറും ബോറോവറും ലോണും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, 1 to many റിലേഷൻഷിപ്പിലാണെങ്കിൽ കസ്റ്റമർ അസോസിയേറ്റ് വിത്ത് ഒരുപാട് ലോൺ ഉണ്ടാവാം. വിയ ബോറോവർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ 1 to 1 ഒരു കസ്റ്റമറിന് ഒരു ലോൺ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ഇതിനി 1 to many എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലോൺ കോമൺ ആയിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. എത്ര കസ്റ്റമേഴ്സിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നു, പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. അതാണ് അവിടെ ആരോ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നത് അടുത്തൊരു എക്സാമ്പിൾ ആണ്, മാനേജറും ഉണ്ടാവുന്നു, പ്രോജക്റ്റും കാണുന്നു. ഒരുപാട് മാനേജേഴ്സ് കാണുന്നു, ഇഷ്ടംപോലെ പ്രോജക്ട്സും കാണുന്നു. ഒരു മാനേജറിന്റെ കീഴിൽ തന്നെ നമുക്ക് എത്ര പ്രോജക്ട്സ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ, അതാണ് ഇതിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് ആരോ വരുന്നത്, തിരിച്ചായിരിക്കും. അടുത്ത വരുന്നത് മെനി ടു 1 ആണ് പറയുന്നത്. മെനി ടു 1 നമുക്ക് ആദ്യത്തെ എൻറ്റിറ്റി സെറ്റിലുള്ള എത്ര എൻറ്റിറ്റീസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അടുത്ത എൻറ്റിറ്റിയിലുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എംപ്ലോയീസ് കൊടുക്കാം, വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും അല്ലെ. അപ്പോൾ ഒരുപാട് എംപ്ലോയീസ് ചിലപ്പം എന്ത് ചെയ്യുന്നു, ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിലോട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനകത്ത് വരുന്നത് എന്തായിരിക്കും, കസ്റ്റമറും ബോറോവറും ലോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു ലോണിൽ വഴി റിലേറ്റഡ് ആയിരിക്കും. ദെൻ മെനി ടു 1 മെനി ടു മെനി ആണെങ്കിൽ ഒരു എൻറ്റിറ്റിയിലുള്ളതിന് എത്ര ഒക്കറൻസ് വേണം അടുത്ത എൻറ്റിറ്റിയിലായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ടീച്ചർ, ഒരുപാട് സ്റ്റുഡൻസ് അല്ലെ. ഒരുപാട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പം എന്ത് ചെയ്യുന്നു, ഒരു 5 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 ടീച്ചേഴ്സും 5 കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അതാണ് എന്താണ് T1 T2 T3 ഉണ്ട്, ഒരുപാട് കുട്ടികളെ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് റിലേഷൻ എന്ത് വരും, ഇങ്ങനെ ക്രോസിംഗ് ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇതിൽ വരുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ ആരോ ഒന്നും വരത്തില്ല, പകരം എന്താണ്, ഒരു ലോൺ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു, ഒരു കസ്റ്റമറിന് തന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു, എത്ര ലോൺസ് വേണമെങ്കിലും എടുക്കാന്നുള്ള രീതിക്ക് വരുന്നുണ്ട്.
അപ്പോൾ ഇതിൽ വരുന്ന ഒരു എക്സസൈസ് ജസ്റ്റ് വേറൊന്നുമല്ല, ഒരു ഓതർ റൈറ്റ് ചെയ്യുന്നത് ബുക്സ് ആയിരിക്കും. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഹാസ് എ പാൻ കാർഡ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ജസ്റ്റ് ഒരു എക്സസൈസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന എന്താണ് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് എൻറ്റിറ്റി ടൈപ്പിനകത്ത് വരുന്നത്.